ശ്രീ യോഗി ആദിത്യനാഥ് നമ്മുടെ UP മുഖ്യമന്ത്രി, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വലിയ തത്വമാണ് ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു തത്വം. അതായത് ഏതെങ്കിലും ഒരു കേസ് പ്രതിയായ ഒരുത്തനില്ല, മുസ്ലിങ്ങൾ ആരെങ്കിലും ഒരു കേസ് പ്രതിയാണോ ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുൾഡോസർ കയറ്റി അങ്ങോട്ട് വിട്ടേക്കുക, അവരുടെ വീട് ഇടിച്ചങ്ങ് നരത്തേക്കുക. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസ് പ്രതിയാവാനും എളുപ്പമാണ്. പോലീസിന് കേസങ്ങ് എടുത്താൽ മതി, എളുപ്പമുണ്ട്. ഒരുത്തന്നെ അങ്ങോട്ട് നടക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുത്തൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു, തീർന്നു, മതി, അത്രേ ഉള്ളൂ. അതാണ് ഒഫൻസ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു, അങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിന്നതുകൊണ്ട് അവന്റെ പേര് കേസ്. അവന്റെ പേര് കേസെടുത്തതിനും അവന്റെ അച്ഛനും അമ്മയും അവന്റെ വാപ്പായും ഉമ്മായും അനുഭവിക്കണം, അവന്റെ സഹോദരങ്ങൾ അനുഭവിക്കണം, ബന്ധുക്കളെല്ലാം. കാരണം എന്തോ വീടില്ല, പിന്നെ റോഡിനകത്ത് കിടന്നുറങ്ങണം, അതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു പരിപാടി അങ്ങ് ചെയ്തു. അങ്ങോട്ട് തുടങ്ങി. ഇത്രയോ ആളുകളുടെ വീട്, 100 കണക്കിന് വീടുകൾ ഇടിച്ചു നിരത്തി. അവിടെ ഒരുപാടെണ്ണം ഇടിച്ചു നിരത്തി. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു പ്രഖ്യാപനം വന്നു കേട്ടോ. അതായത് സുപ്രീം കോടതി ഇതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയും ഇങ്ങനെ ആരുടെയും വീട് ഇടിച്ചു തകർക്കാൻ പാടില്ല, ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് എങ്ങും ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടതായിട്ട് വന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത് കണ്ടുകൊണ്ട് കുറെ മഹാന്മാര് മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ പണി അങ്ങോട്ട് തുടങ്ങി. അപ്പോ ഒരു പ്രത്യേക സമുദായത്തിന്റെ വീടുകളാണ് ഈ ഇടിച്ച് തകർക്കുന്നത് നിരത്തുന്നത് മുഴുവൻ. അപ്പൊ അവരെ ഒന്നുമില്ലാതാക്കി ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞിരിക്കണം, അതേ ഉള്ളൂ. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ കേരളത്തിൽ ഇത് നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അതാണ് കാരണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, തമിഴ്നാട്ടിൽ നടക്കത്തില്ലല്ലോ ഇത്. ബാക്കിയൊക്കെ ഞാൻ പറയുന്നില്ല എവിടൊക്കെ എന്നൊക്കെ. ഇത് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടൊക്കെയാണ് ഇത് നടക്കുന്നത്. ഇവനൊക്കെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്മാരാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നവന്മാരെല്ലാം. അവരൊന്നുമില്ല. ഇവന്മാരെ എങ്ങനെയെങ്കിലും കിടന്ന് പാത്രം കഴുകിയോ എന്ത് ചെയ്തോ, അല്ലെ മീൻ വിറ്റോ ഇറച്ചി വിറ്റോ ഏതെങ്കിലും വിധത്തില്, അല്ലെങ്കിൽ വിദേശത്ത് പോയി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി കൊണ്ടുവരും. അത് നമ്മുടെ നാടിനും കൂടെ ഉപയോഗപ്പെടുന്നല്ലേ. നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ എന്തുമാത്രം ഊർജം കൊടുക്കുന്നതാണത്. ഈ അറബി നാടുകളിൽ പോയിട്ട് ഈ പണം കൊണ്ടുവരും. ഇന്ത്യയിൽ എല്ലാവരും പോയിട്ട് കൊണ്ടുവരുമല്ലോ. അവിടെ ജാതി മതമൊന്നുമില്ലല്ലോ. അവിടെ പോകുന്ന ആ പണത്തിന് ഇപ്പൊ നമുക്ക് റിയാലിനും അതുപോലെ ഒമാൻ റിയാൽ, അല്ലെ സാധാരണ നമ്മുടെ സൗദി റിയാല്, അല്ലെങ്കിൽ ദറം, ഇതിനൊന്നും മതമില്ല കേട്ടോ. അങ്ങനെ കാര്യമുണ്ട്. ബാക്കി എല്ലാത്തിനും മതം വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ വരും. അവിടെ സുഭിക്ഷമായിട്ടൊക്കെ ഇവിടെ കഴിയും, അതെല്ലാം കഴിയും. പക്ഷേ ഇങ്ങനെ ഇവന്റെയൊക്കെ വീട് ഏത് വിധത്തിൽ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവനാണ്. അവന്റെ വീട് ഇടിച്ചു നിരത്തുക എന്നുള്ള ഒരു പണിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു. ഇനി ആരുടെയും വീടിടിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു പരിപാടി പാടില്ല. ഡൽഹിയിൽ കലാപം വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേരെ വീട് അവിടെ ഇടിച്ചു കേട്ടോ. എളുപ്പമാണ് ഇടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മുസ്ലിങ്ങളുടെ വീടുകളാണ്. ഒരുപാടെണ്ണം ഇടിച്ചു നിരത്തി. ഇപ്പൊ ഇതേതായാലും പിന്നെ വേറെ ഹരിയാനയിലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ ഈ പ്രശ്നം വന്നത്. ഏതായാലും ഇത് വന്നതിന് ശേഷം പോലും ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് കാര്യം. ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ് ഈ ബുൾഡോസർ രാജ്. അതുപോലെ എന്ത് നേട്ടങ്ങളുണ്ടായി, എന്ത് നേട്ടം ഉണ്ടായെന്നാണ് ഇപ്പോഴും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് പറയുന്നത്. എന്ത് വിവരമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ നമ്മൾ. എന്ത് നേട്ടം ഉണ്ടായി? അതുകൊണ്ട് അത് മറ്റ് പല സംസ്ഥാനങ്ങളും അത് കടമെടുത്തില്ലേ? കടമെടുക്കാൻ പോയതും സുപ്രീം കോടതി പിടിച്ചത്. ഇപ്പോ ഈ നമ്മുടെ അലഹാബാദ് എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെ അലഹാബാദ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. അത് പ്രയാഗ്രാജ് നടന്നു. പ്രയാഗ്രാജിലെ അവിടെ അതിന്റെ പേര് മാറ്റി പ്രയാഗ്രാജ് ആക്കി സ്ഥലത്തിന്റെ പേര്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ വീടുകളാണ് ഇടിച്ച് നിരത്തി. ഈ വീടിടിച്ച് നിരത്തിയ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക സമുദായത്തിന്റെ വീടാണ് ഇടിച്ചിരത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോ സുപ്രീം കോടതി അതിനെ അങ്ങോട്ട് എടുത്തിട്ട് ശരിക്കും വിമർശിച്ചിട്ട് പറഞ്ഞു, ഈ വീട് ആരിലേക്ക് ഇടിച്ചോ അവർക്കെല്ലാം 10 ലക്ഷം രൂപ വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞു. ഈ 10 ലക്ഷം രൂപ നിങ്ങൾ ഈ വീട് ഇടിച്ചതിന് കൊടുക്കുമല്ലോ. ആലോചിച്ചോ, കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. സുപ്രീം കോടതി പറഞ്ഞതാണ്, കൊടുക്കാതിരിക്കാൻ ഒരു മാർഗമില്ല, കൊടുത്തേ പറ്റുള്ളൂ. എവിടെ നിന്ന് കൊടുക്കും? ഇത് ശ്രീ യോഗി ആദിത്യനാഥ് സ്വന്തമായിട്ട് സമ്പാദിച്ച പണമൊന്നുമല്ലേ കൊടുക്കാൻ പോകുന്നത്? ജനങ്ങളുടെ നീതിപ്പണമല്ലേ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് ഏതെങ്കിലും വിധത്തില് ഇതുകൊണ്ട് മുതലാക്കി അതായത് ആ സ്ഥാനം കൊണ്ടുണ്ട് അതെടുത്ത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വാടക കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറയാം. ഇത് ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ എന്താ ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? അവിടെ ഗ്രൗണ്ടായിട്ട് മാറി.
അവരുടെ ആ മണ്ണില്ലാതാവത്തില്ലല്ലോ. അവന്റെ പുറകാണെന്നുണ്ടെങ്കിൽ വീടിച്ചതല്ലേ ഉള്ളൂ. അത് ഇനി അത് സർക്കാർ പുറമ്പോക്ക് കയ്യേറിയാണോ വെച്ചതെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നത് ശരി. അതിന് പ്രോപ്പറായിട്ടുള്ള നടപടി വേണ്ടേ വരാൻ. അതായത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ അത് ആയിരിക്കണം വരുന്നത്. നിയമാനുസരണമുള്ള നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കണം ഒരു തന്നെ ആ ഇടിച്ച് കളയണമെങ്കിൽ കളയേണ്ടത്. ഇത് അങ്ങനൊന്നും അല്ലാതെ ചെയ്യാൻ വരുമ്പോൾ അത് ഒഫൻസായിട്ട് മാറി. ഇപ്പൊ സർക്കാർ ഏതായാലും ഈ ആരുടെയൊക്കെ വീടിടിച്ചോ അവനെല്ലാം തല എണ്ണി 10 ലക്ഷം രൂപ ഇത് കൊടുക്കണം. ചില വീടുകൾ 10 ലക്ഷം ഒന്നും കാണത്തില്ല ചിലവ്, പക്ഷെ നല്ല വീടുകളും ഉണ്ട്. അപ്പൊ ഇതിന് ഈ കേസിനൊക്കെ പോയേക്കുന്നവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്തിരി ഉയർന്ന ആളുകളാണ്, സമൂഹത്തിൽ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളാണ്. അവരുടെ വീട് 10 ലക്ഷം ആയിരിക്കത്തില്ല. 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ഇവിടെ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പോലും ഊരാളങ്കൽ സൊസൈറ്റിക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് പണ്ട് 35 ഇപ്പൊ അത് മാറ്റി വഴക്കം വയ്യവയിലേക്ക് വന്നപ്പോൾ 25 ലക്ഷം ആക്കിയിട്ടുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഈ 10 ലക്ഷം രൂപയിൽ വീട് എങ്ങനെ വെക്കാൻ പറ്റും? കിടക്കാടമില്ലാതായി പോയില്ലേ? അവൻ ഇനി വീണ്ടും കൂരയല്ലേ അവന് വെക്കാൻ പറ്റുള്ളൂ. അത് ഈ സംസ്ഥാനത്തിന്റെ അധപ്പതനുമായിട്ട് തന്നെ മാറത്തില്ലേ വീണ്ടും ഈ സ്ട്രക്ചർ കാണുമ്പോൾ? അപ്പോ ഇത് എന്തിനു വേണ്ടിയാണ്, ഏത് നന്മയ്ക്ക് വേണ്ടിയാണ്? ഏതായാലും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പട്ടം ചാർത്തി കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ കാത്തിരിപ്പുണ്ടായിരുന്നു. ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ ആദിത്യനാഥാണ് എന്ന് കേട്ടോ എന്ന് ചിലര് ഒരുപാട് പേര് ഇങ്ങനെ വലിയ രഹസ്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിപ്പോ എന്തായാലും അദ്ദേഹം തന്നെ തടയിട്ടു. എനിക്ക് പ്രധാനമന്ത്രിയാവണ്ട, നരേന്ദ്രമോദിക്ക് ശേഷം ഞാൻ പ്രധാനമന്ത്രിയായില്ല എന്ന് യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് വലിയ കാര്യം ഇല്ല, പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കണേ എല്ലാവരും കൂടെ. കഷ്ടമായി പോയി. ഇത് പറഞ്ഞത് വളരെ കടുകയാ ചെയ്തത്. നമ്മുടെ നാടിനോട് കൂടി ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഈ രാജ്യത്തോട് ചെയ്തത്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ഏതായാലും അങ്ങനെ താല്പര്യം ഇല്ലായ്മ ഇപ്പോഴെങ്കിലും പറയാനിടയായത് വളരെ നല്ലത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഇവരെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് പ്രധാനമന്ത്രിയാക്കാൻ വലിയ കഷ്ടമായി പോയി കേട്ടോ. നമ്മുടെ നാടിന് ഏതായാലും എന്തുമാത്രം ഒരു ദ്രോഹമായിപ്പോയെന്നറിയോ ഈ വെളിപാട്. ഏതായാലും കൊള്ളാം. ശ്രീ യോഗി ആദിത്യനാഥിന് വിവരമുണ്ട് ഈ കാര്യത്തിലെങ്കിലും എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നു. വർഗീയ വിദ്വേഷം തുപ്പുന്നത് നിർത്തുക. ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ റോഡ് നമസ്കരിക്കുന്നത് അത് പറഞ്ഞാലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. റോഡെന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. റോഡിനകത്ത് നമസ്കരിക്കുന്നത് തെറ്റാണ്. ഞാൻ അതിന് അനുകൂലമായിട്ടൊന്നും പറയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ, അതിന് ഒരു കുഴപ്പമില്ല. നമസ്കരിക്കേണ്ട ആലയങ്ങളിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ ഒക്കെയാണ്. കാരണം ഒരു പള്ളി പോലും വേണമെന്നില്ല ഒരു മുസ്ലിമിനെ നമസ്കരിക്കാൻ. തുറസായ സ്ഥലം മതി, എവിടെയായാലും മതി. അത് റോഡാകരുത്. റോഡാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഞാൻ പണ്ടൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഈ തടസ്സപ്പെടുന്നത്. ഞാൻ പോലും പ്രായിട്ടുണ്ട്. അഹമ്മദാബാദിൽ പണ്ട് കേസിന് പോകുമ്പോൾ അവിടെ സിറ്റി സിവിൽ കോർട്ടിൽ ഞാൻ കേസിന് പോയിട്ടുണ്ട്. അവിടെ റോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചൂടൊന്നും അല്ല, മരുഭൂമിയുടെ അടുത്ത് കിടക്കുന്നതല്ലേ, തിളയ്ക്കുന്ന ചൂടാണ് വേനൽക്കാലത്ത്. അന്ന് AC കാറുകളൊന്നും ഉള്ള സമയമല്ല. അന്ന് ഈ കാറുകൾ വന്ന് കിടക്കും, എല്ലാം കൂടെ വന്ന് കിടക്കും. എന്താ കാര്യം? വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ആള് കൊള്ളുന്നില്ല. കൊള്ളാതെ അറിയാം, അതിന്റെ വാതിലിന് മുമ്പിലാവും. വാതിലിന് മുമ്പിന് അടുത്ത് വന്ന് നിൽക്കുന്നു, അതിന്റെ പുറകെ നിൽക്കും. അങ്ങനെ അവസാനം കൂട്ടം തെറ്റി ഈ റോഡിലോട്ട് വന്നിറങ്ങും. റോഡ് ഇൻഫാക്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്തതും അന്നേരം ഇവിടെ കിടക്കുന്നവരെല്ലാം പ്രാവും എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിലത്താണ് ഈ വാഹനങ്ങൾ കിടക്കുന്ന റോഡിൽ. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള പ്രശ്നം എന്തെന്നറിയോ? ഇത് അവസാനം ഒരു മതസ്പർദ്ധയ്ക്ക് തന്നെ വഴിവെക്കുകയാണ്. ഇങ്ങനെ പോലെ അതിൻ്റെയൊക്കെയാണ് അവിടെയൊക്കെ കണ്ട കാര്യങ്ങളെന്നുള്ളത് ഒന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് റോഡ് നമസ്കരിക്കാനുള്ളതല്ല എന്നും തിരിച്ചറിയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ അല്ലാതെ ഈ വർഗീയ വിഷം തുപ്പുന്ന കാര്യങ്ങളുണ്ടല്ലോ, ബുൾഡോസർ രാജനെ ഇനി ന്യായീകരിക്കുന്നതും ഇനി അത് ചെയ്യും എന്ന് പറയുന്നതും നമ്മുടെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.